വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബസ്സുകൾ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. നമ്മുടെ ലോ ഫ്ലോർ ബസ്സുകളൊക്കെ ശരിക്കും അതിനു വേണ്ടി ഡിസൈൻ ചെയ്ത വണ്ടികളാണ്. അതിന് വീൽ ചെയർ കയറ്റാനുള്ള റാമ്പ് ഉണ്ട്, അത് താത്തിയിടാം, ബസ് താക്കാം, ബസ് പൊക്കാം. പക്ഷെ എത്ര ലോ ഫ്ലോർ ബസ്സിൽ എത്ര വീൽ ചെയറും കൊണ്ട് ആൾക്കാർ കയറി പോകുന്നു. അല്ല, വേറൊരു കാര്യം പറയട്ടെ, അത് നിർത്തിത്തരാനുള്ള സാവകാശവും ക്ഷമയാ ബസ് കണ്ടക്ടർക്കും ഡ്രൈവർക്കും ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞ ദിവസം മിക്കപ്പോഴും കൊടുക്കുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കുന്നതുമായി ബന്ധപ്പെട്ട് 4ഓളം പരാതികൾ മുഖ്യമന്ത്രി കൊടുത്താണ്. അതിൽ ആദ്യം ലഭിച്ച ഇതിലും വിചിത്ര മറുപടികളാണ് കിട്ടിയത്. ആദ്യം ലഭിച്ച മറുപടി എന്ന് പറയുന്നത് MBD ആക്ടിൽ നിയമമില്ല എന്ന് പറഞ്ഞ് മറുപടി തന്നു. സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വേണമെങ്കിൽ ആ മറുപടി ചേട്ടന് വേണമെങ്കിൽ എന്താ പറഞ്ഞത് നിങ്ങൾ? അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കണം. ഞാൻ നമ്മുടെ സ്വിഫ്റ്റ് ബസ്സുകൾ ഇറക്കിയില്ലേ, ആ ബസ്സുകൾ ഇറക്കുന്നതിന് മുന്നേ ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചു. അതായത് ഈ വാങ്ങാൻ പോകുന്ന, നമുക്ക് ഓൾറെഡി എനിക്ക് നടന്നത്, ഈ ചേട്ടൻ പറഞ്ഞു ലോ ഫ്ലോർ ബസ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു, വോളോ ബസ്സുകൾ. എത്ര ബസ്സുകൾ കട്ടപ്പുറത്ത് കിടക്കുന്നത് ഞാൻ പറയേണ്ട തന്നെ അറിയാലോ. ഇനി അത് പോട്ടെ, നമുക്ക് ഇനി കഴിഞ്ഞ സംസാരിക്കേണ്ട. സ്വിഫ്റ്റ് ബസ്സുകൾ ഇറക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഇത് കൊടുത്തു. അത് കൊടുത്ത സമയത്ത് എന്താ മറുപടി തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ MBD ആക്ടിൽ നിയമമില്ല എന്ന് പറഞ്ഞ് ഒരു വിചിത്ര മറുപടി തന്നു. ഞാനപ്പോൾ ആലോചിക്കരുന്നു, ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടാണ്. അപ്പൊ MVD ആക്ടിൽ നിയമം ഇല്ലാതെയാണോ ഇവര് മറ്റേ മുച്ചക്ര ബൈക്ക് ഉണ്ടാക്കി അപ്രൂവൽ കൊടുക്കുന്നത്? അല്ല, ഞാൻ വേറെ തിരിച്ചു കേട്ടെ, ഇതേ സർക്കാർ തന്നെ നവകേരള സദസ് എന്ന് പറഞ്ഞൊരു സദസ് നടത്തിയായിരുന്നു. അന്നൊരു റാമ്പ് ഉണ്ടാക്കി. അപ്പൊ ഞാൻ ചോദിച്ചത് അത് തന്നെയല്ലേ, ഞാൻ ചോദിച്ചത് അതേ ബസ് ഞങ്ങൾക്ക് വേണ്ടി ഇറക്കണമെന്നല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കുമ്പോൾ മാത്രം നിയമമില്ല, അവർക്ക് നിയമമുണ്ട്. രണ്ടാമതും കൊടുത്തു, നാണക്കേടാണ് സത്യം. രണ്ടാമത് കൊടുത്തപ്പോൾ ലഭിച്ച മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേരളത്തിൻ്റെ ഇത് മാറ്റിയിട്ട് കേന്ദ്രത്തിന് കുറ്റം പറഞ്ഞു. കേന്ദ്രത്തിൻ്റെ ബസ് കോഡ് നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് ബസ് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ ഇത്തരത്തിൽ ബസ് ഇറക്കാനായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഇതൊക്കെ അയച്ചു തന്നെയാണ്. ബസ്സിൻ്റെ കോഡിൻ്റെ നിയമം ഇതുവരെ എനിക്ക് സാധാരണക്കാരെ എനിക്ക് ബസ് കോഡൊക്കെ അയച്ചു തന്നിട്ട് എന്ത് കാര്യം. എന്നിട്ട് ഗതാഗത മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ CM പോർട്ടലിലാണ് പരാതി കൊടുക്കുന്നത്. ഈ പോർട്ടലിൽ കൊടുക്കുന്ന പരാതികൾ തീർച്ചയായിട്ടും ഓരോ, നിങ്ങൾ ഗണേഷ് കുമാറിനെ കാണുകയാണെങ്കിൽ നേരിട്ട് കണ്ട് പരാതി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം പുള്ളി വീഡിയോ ഒക്കെ എടുക്കും. പുള്ളി ആ കാര്യത്തിൽ വലിയ താല്പര്യമുള്ള ആളാണ്. അറ്റ്ലീസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കും. അപ്പോൾ പുള്ളി എന്തെങ്കിലും ഒരു പ്രഖ്യാപനമെങ്കിലും ഉണ്ടാവും. കാരണം പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. എനിക്കറിയില്ല, ചിലപ്പോൾ അദ്ദേഹത്തിന് ചിന്തയുണ്ടാകാം. പക്ഷേ ഗവൺമെന്റ് ആണല്ലോ ഫൈനലായിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. മേ ബി അതുകൊണ്ടായിരിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് ഈ ലാസ്റ്റ് സുധീർട്ട് ചിലപ്പോൾ കേട്ടാണ് ബിസിനസ് ക്ലാസ് ബസ്സുകൾ എന്നും പറഞ്ഞ് പുതിയൊരു ഇത് വരാൻ പോകുന്നുണ്ട്. എല്ലാ സൗകര്യത്തോടെയും കൂടിയിട്ടുള്ള ബിസിനസ് ക്ലാസ് ബസ്. ഞാൻ അന്വേഷിച്ചപ്പോൾ 2 ബസ് ഇറക്കണുള്ളൂ. എറണാകുളം ട്രിവാൻഡ്രം റൂട്ടിലാണ് 2 ബസ് ഇറക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ ബസ്സുകളെങ്കിലും, കാരണം എനിക്ക് നന്നായിട്ട് അറിയാം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഞാൻ അടക്കം പോകുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് 3 മാസം കൂടുമ്പോൾ ട്രിവാൻഡ്രം പോകണം ഹോസ്പിറ്റലിൽ. അപ്പോൾ എനിക്ക് തന്നെ യൂസ്ഫുൾ ചെയ്തു. അല്ലെങ്കിൽ എന്നെ പോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഈ ട്രിവാൻഡ്രത്ത് പോകാനായിട്ട് ഇങ്ങനെ യാത്രാ ചെലവ് കയ്യിൽ നിന്ന് വഹിച്ചിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ. ഇത്തരത്തിലൊരു വീൽ ചെയർ ആക്സബിൾ ആയിട്ടുള്ള ബസ് വന്ന് അവർക്കൊക്കെ യൂസ്ഫുൾ ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു ലീസ്റ്റ് ആ ബസ്സുകളെങ്കിലും അതുപോലും നടപടിയാവില്ല. അതിന് മറുപടി കിട്ടിയിട്ടുണ്ട്, നടപടിയാവില്ല എന്നും പറഞ്ഞു. അതാണ് അവസ്ഥ. ഭയങ്കര സംഭവമാണ്. ഇപ്പം കൃഷ്ണകുമാറിനെ കണ്ടിട്ടുണ്ടല്ലോ. കൃഷ്ണകുമാറിന്റെ വണ്ടി മോഡിഫൈ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ വീൽ ചെയർ അതിൽ കയറ്റാവുന്ന രീതിയിൽ ഒരു സിസ്റ്റം എന്തോ റെഡിയാക്കിയിട്ടാണ് പുള്ളി ട്രാവൽ ചെയ്യുന്നത്. പുള്ളിക്കെതിരെ MVD കേസ് എടുക്കാത്ത ചിലപ്പോൾ കഷ്ടം തോന്നിയിട്ടായിരിക്കാം. ഇല്ലെങ്കിൽ അതും വേണം കേസ് എടുക്കും. കാരണം വണ്ടി മോഡിഫൈ ചെയ്തൊന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേണം ചെയ്യുമല്ലോ ഇത്രയും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. വേറൊരു കോമഡിയും കൂടി, ഇവരായിട്ട് ഇത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കില്ലെന്ന് മാത്രമല്ല, നമ്മൾ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് സഹി കെട്ട് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങി നോക്ക്, പെൻഷൻ കട്ടി പെൻഷൻ കട്ടിയും അങ്ങനെയാണ്. പെൻഷനുള്ളവർക്ക് വാഹനം വാങ്ങാൻ പാടില്ല. അങ്ങനെയുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെല്ലാം സ്പെഷ്യൽ അപ്രൂവൽ നേരത്തെ എനിക്കറിയാം. ഞാൻ ഈ കേസുകളുമായി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് തിരിച്ച് പണി തരാൻ പറ്റുന്ന ഒരു അവസരം ഗവൺമെന്റ് പാഴാക്കാറില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഞാൻ BPL ലിസ്റ്റിൽ വരുന്ന ആളാണ്. BPL ലിസ്റ്റിൽ നിന്ന് പുറത്താക്കും നമ്മളെ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഫാമിലി ആരെങ്കിലും വാങ്ങിച്ചാൽ മതിയോ? ഫാമിലിയിൽ ആര് വാങ്ങിയാലും നമ്മുടെ റേഷൻ കാർഡിലുള്ള ആരെങ്കിലും വാഹനം വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാകും. പിന്നെ ചില കേസിൽ ഈ പറഞ്ഞ പോലെ മാനുഷിക പരിഗണന നൽകാറുണ്ട്. പക്ഷേ നാട്ടുകാരിൽ തന്നെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്കെതിരായിട്ട് നിൽക്കുന്ന ആരെങ്കിലും അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ അതിനെല്ലാം സ്പെഷ്യൽ അപ്രൂവൽ വാങ്ങിയിട്ടാണ്. ഇനിയിപ്പോൾ തെളിവാണെങ്കിൽ ഞാൻ അതടക്കം അയച്ചു തരാം. ഭയങ്കര കഷ്ടമല്ലേ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇത് അല്ലെ തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല, അതേപോലെ ഇത് കൂടെ ഉപദ്രവല്ലേ. ഞാൻ ലളിതമായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ചേട്ടന് സ്വന്തമായിട്ട് വാഹനമുണ്ട്. ഇനി ചേട്ടന് വാഹനം ഇല്ല നോക്കി, ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ വാഹനം അനിയനും കൊണ്ടുപോയി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുപോയി നോക്ക്. ചേട്ടൻ ഇവിടെ നിന്ന് എടപ്പള്ളി വരെ പോകണം. ഇവിടെ നിന്ന് എടപ്പള്ളി വരെ എത്ര ദൂരമുണ്ട്? എടപ്പള്ളി വരെ 3 കിലോമീറ്റർ. ഈ 3 കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ട് ചേട്ടൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ചേട്ടന് സ്കൂട്ടറിൽ പോകാം, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ റെൻ്റ് ബൈക്ക് ഇവിടെ ഉണ്ടാവുന്ന അറിയില്ല, അല്ലെങ്കിൽ റെൻ്റ് ബൈക്ക് എടുക്കാം, അല്ലെങ്കിൽ വേറെ ആരുടെ ബൈക്കിൻ്റെ പിന്നാലെ പോകാം, ടാക്സി വിളിക്കാം,
മെട്രോ, ബസ്സിൽ കയറി പോകാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ വാഹനം ഈ ഇവിടെ വന്ന പോലെ തന്നെ 2 പേര് വേണം. എൻ്റെ പാരൻസിന് എന്നെ പൊക്കി വെക്കാനായിട്ട് പറ്റില്ല. 2 പേര് വേണം. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ 2 പേർക്ക് നമ്മൾ അവർ നമ്മളോടെ വരുന്നതിന് വേറെ പൈസ ഒന്നും വാങ്ങില്ല. നമ്മുടെ അത്രയും സ്നേഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ്. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവർക്ക് മാന്യമായിട്ട് ഭക്ഷണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? സ്വാഭാവികമായിട്ട് എക്സ്പെൻസും അവിടെ കൂടിയല്ലേ. അപ്പം അതായത് സാധാരണക്കാർ ഒരു 100 രൂപയ്ക്ക് പോയി വരുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ചിലവാകുന്ന 1000-1500 രൂപയാണ്. എന്നാൽ ഞങ്ങൾക്ക് ആ സ്ഥലത്ത് പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട് ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ?